ജൂലൈ മാസം 22-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസൻ തോമസ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൽ തലയുള്ളേത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യമജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സകലവും അവിടുത്തെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവൻ്റെ സന്നിധിയിലാണ്. സത്യവചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജ വരാത്ത വേലക്കാരനായി നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാകുന്നവനായിരിക്കാൻ ശ്രമിക്കുക. ദൈവവചനത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ആദ്യമായിട്ട് വായിച്ചത്. രണ്ടാമതായിട്ട് ഇത് പഠിപ്പിക്കുന്ന എൻ്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ എന്നെ തന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട്, ദൈവവചന പഠനത്തിലുള്ള അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എഴുതിയിരിക്കുന്ന വേദഭാഗം ഇബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഇബ്രായ ലേഖനം 5-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടകന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്തിലെ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, ഒരു ബുധനാഴ്ചയും ഇപ്രകാരം നൽകുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അവൾ ഞങ്ങളുടെ നന്ദിയും സ്തുതിയും സ്തോത്രത്തോടെ സ്വീകരിക്കണമേ. ഒരാഴ്ച അവിടുന്ന് കാക്കുന്ന പരിപാലിക്കുന്ന ഈ ദുഷ്ടലോകത്തിൽ കണ്ണിനെ കൃഷ്ണമണി പോലെ ഞങ്ങളെ സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ അവിടുത്തെ വചനം പഠിക്കുമ്പോൾ അതിൽ നിന്ന് വേണ്ട ആലോചനകൾ നൽകണമേ. ഇതിൽ പരിശുദ്ധങ്ങൾ പഠിപ്പിക്കണമേ. അത് വിശ്വസിക്കാൻ തന്നെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഞാൻ ഈ വേദഭാഗം വായിക്കാനായിട്ട് ഉള്ള കാരണം, നാം രക്ഷിക്കപ്പെടുക മാത്രമല്ല, ആത്മീയരായിട്ട് ജീവിക്കുക മാത്രമല്ല, കട്ടിയുള്ള ആഹാരം കഴിക്കാനും തികഞ്ഞവരായി തീരുവാനും ശിശുത്വം വിട്ട് പുരുഷത്വത്തിലേക്ക് കടക്കുവാനും തികഞ്ഞവരാകുവാനും എല്ലാം ദൈവം നമ്മളോട് അനുശാസിക്കുന്നുണ്ട്. ഈ വേദഭാഗത്ത്, ഈ വേദപുസ്തകത്തിൻ്റെ ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, എബ്രായലേഖനം പഠിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ തരുന്നൊരു പുസ്തകം കൂടിയാണ്. അതിലൊരു ജാഗ്രതാ നിർദ്ദേശം ഇതാണ്: നമ്മൾ മാന്യമുള്ളവരായി തീർന്നാൽ ദൈവവചന പഠനത്തിനും ദൈവം നമ്മളിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കും വളർച്ചയില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മാന്യത്തിൻ്റെ ലക്ഷണമാണ്. ഇവിടെ പറയുന്നത്, പ്രായം കൊണ്ട് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ തികഞ്ഞവരായി പഠിപ്പിക്കേണ്ട ഉപദേശകന്മാരായിരിക്കേണ്ട ആവശ്യമാണ്. എന്നാൽ നിങ്ങളിപ്പോഴും പാല് കുടിച്ചു. ആദ്യ പാഠങ്ങളിൽ തന്നെ നിങ്ങൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അത് വളരെ ഭയാനകരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മുടെ സാധാരണ ഭൗതിക ജീവിതം പോലെ തന്നെ നമ്മൾ ശിശുക്കളായിട്ട് ജനിക്കുന്നു. നമ്മൾ തികഞ്ഞ് പുത്രന്മാരായി അപ്പന്മാർക്കും അമ്മമാർക്കും സമൂഹത്തിന് ഗുണമുള്ളവരായി തീരണം. അപ്പോൾ അങ്ങനെ തന്നെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മൾ വീണ്ടും ജനിച്ച് ശിശുക്കളായി വളർന്ന് തികഞ്ഞവരായി
ദൈവത്തിന് കൊള്ളാകുന്നവരാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. എന്നാൽ ഇതിനിടയിൽ നമുക്ക് മാന്ദ്യം സംഭവിക്കാൻ ഇടയുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതങ്ങളിലും സഭാജീവിതത്തിലും സഭകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശത്രുവിൻ്റെ കടന്നുകയറ്റം മൂലം ഒരുപാട് മാന്ദ്യം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ഇടയായത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വിഷയങ്ങളിൽ നമുക്ക് തുടരാം. മനുഷ്യൻ വരുത്തി വെച്ച പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ പ്രശ്നപരിഹാരം മനസ്സിലാക്കാനും പരിഹാരങ്ങളിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാനും എളുപ്പമായിരിക്കും. നമുക്കറിയാം, പാപപരിഹാരകൻ മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു തന്നെയാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് മൂല കാരണക്കാരൻ അത് ആദാമും അവൻ്റെ അനുസരണക്കേടും ആണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അല്പമായി കട്ടിയായിട്ടുള്ള ആകാരമാണ് നമുക്ക് 5-ാം അധ്യായത്തിൽ, റോമാലേഖനം 5-ാം അധ്യായത്തിൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അല്പമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ ഉള്ള വാക്യങ്ങളെ നമ്മൾ പരിഗണിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ 5-ാം വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കണക്കിടലുകൾ, ഇതിനാണ് നമ്മൾ സാധാരണ ഇംപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ദൈവം എങ്ങനെയാണ് പാപവും അതിൻ്റെ ശിക്ഷയും കണക്കിടുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. കട്ടിയായിട്ടുള്ള ആഹാരം തന്നെയാണത്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമല്ല. അതിൻ്റെ 14-ാം വാക്യത്തിൽ, എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്യാത്തവരിലും ഞാനും നിങ്ങളും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരും അതിനുശേഷമുള്ളവരും ആദാം ചെയ്തതുപോലെ വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചവരല്ല നാം. എങ്കിലും വേദോത്സവം പറയുന്നു, അങ്ങനെ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. പാപത്തെ സംബന്ധിച്ച് പാപം എവിടെ നിന്ന് വന്നു, എങ്ങനെ അത് വ്യാപിച്ചു, എങ്ങനെ അത് മണ്ണിലേക്ക് പ്രസവിച്ചു, അതിൻ്റെ ഫലമായി മരണം നമ്മളിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആദാം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ്. നമ്മൾ ടൈപ്പ് എന്ന് പറയും, ടൂപ്പോസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ടൂപ്പോസും ഉണ്ട്, ആൻറ്റി ടൂപ്പോസും ഉണ്ട്. അതുമാത്രമല്ല ഫിഗർ അല്ലെങ്കിൽ മോഡൽ, പാറ്റേൺ എന്നെല്ലാം ഇതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദാം ആദ്യ സൃഷ്ടിയാണ്. അവൻ യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആദാം യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. ആദാം മൂലം പാപത്തിൻ്റെ പ്രവേശനം ലോകത്തിൽ പ്രവേശിച്ചു, അത് ലോകത്തിൽ വ്യാപിച്ചു, അത് നമ്മളെ അധീനപ്പെടുത്തി. അതിന് വിധിയായിട്ട്, പാപത്തിൻ്റെ ശിക്ഷാവിധിയായി നമ്മൾ മരണം, ആ മരണം നമ്മളെല്ലാവരും പ്രവേശിച്ചു. ആദാമിലും ഔവയിലും മക്കളിലും തുറന്ന് നമ്മളെല്ലാവരിലും പ്രവേശിച്ചു. അങ്ങനെ ആദാമിൻ്റെ പാപം മൂലം വിധിയുണ്ടായി. വിധിയോ മരണമാകുന്നു. അങ്ങനെ ആദാം മൂലം പാപം മൂലം മരണം പ്രവേശിച്ചു, വ്യാപിച്ചു, അധീനപ്പെടുത്തി. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു മോചനം, അതാണ് റോമാലേഖനത്തിൽ പ്രധാന വിഷയം. നമുക്ക് ആദാമിൽ നഷ്ടപ്പെട്ടത്
എങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് കൃപാദാനമായിട്ട് നൽകാം എന്നുള്ളതാണ് ഈ 5-ാം അധ്യായത്തിൽ, റോമർ 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. വാക്യം 5:12 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. അതുകൊണ്ട് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള പാപങ്ങളല്ല നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നത്. അത് കാരണമായി തീരാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പാപങ്ങൾ നമ്മൾ കാരണമായി തീരാം. നമ്മുടെ ദുശ്ശീലങ്ങൾ കൊണ്ടും നമ്മുടെ പാപ സ്വഭാവങ്ങൾ കൊണ്ടും എല്ലാം അത് മരണത്തിലേക്ക് നമ്മളെ നയിക്കും. എന്നാൽ നമ്മുടെ വാസ്തവമായിട്ട് നമ്മുടെ ഭൗതിക മരണവും ആത്മീയ മരണത്തിനും കാരണം അത് ആദാമിൻ്റെ പാപമാണ് എന്ന് വളരെ ശക്തമായ ഒരു ഉപദേശം തന്നെയാണ്. അതുകൊണ്ട് ഇതിന് നമുക്ക് ആദാമിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ആദാമിനും ആദാമിനും മക്കൾക്കോ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ആദാമിൻ്റെ സാക്ഷാൽ രൂപമായ യേശു ക്രിസ്തു വന്നു പാപപരിഹാരം വരുത്തേണ്ടി ആവശ്യം വന്നത്. അങ്ങനെ ആദാം മൂലം പാപവും മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. മരണം എല്ലാവരിലും വ്യാപിച്ചു. അപ്പോൾ വ്യാപിച്ചു, എല്ലാവരും മരണത്തിന് അധീനരായി. ആദാമിൻ്റെ ഒരു പാപത്തിൻ്റെ ഫലം വിധി ശിക്ഷയ്ക്ക് കാരണമായി. ഒരു പാപം, അത് എത്രയോ ശക്തമായ കട്ടിയായിട്ടുള്ള ഉപദേശം തന്നെയാണ്. ആദാമിലെ പാപമാണ് മനുഷ്യരാശിയുടെ പാപമായിട്ട് ദൈവം കണക്കാക്കുന്നത്. അത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. അപ്പം അങ്ങനെ അത് മാത്രമല്ല, എന്തുമാത്രമല്ല, ആദാമിൻ്റെ ഒരു പാപത്തിൻ്റെ ഫലം ശിക്ഷാവിധിക്ക് കാരണമായി. അതുമാത്രമല്ല, ആദത്തിൻ്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാത്തവരുടെ മേലും ആദത്തിൻ്റെ കാലം മുതൽ മോശ വരെ മരണം ആധിപത്യം പുലർത്തി എന്ന് പറഞ്ഞ് മരണം സർവ്വസാധാരണമായി എന്ന് അർത്ഥം. ആദാം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ്. അപ്പം അതുകൊണ്ട് റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ പാപത്തെക്കുറിച്ചും പാപപരിഹാരകനെക്കുറിച്ചും അത് യേശു ക്രിസ്തുവാണ് എന്നുള്ള കാര്യങ്ങളെ നമ്മൾ പഠിച്ചു വരികയാണ്. ഇതിനൊരു മാന്യം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പ്രശ്നം വരാൻ പോകുന്നത്. നമ്മുടെ പഠനത്തിന്, ദൈവവചനത്തിൻ്റെ പഠനത്തിൻ്റെ മുന്നേറ്റം, അതിലാഴമായ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആവശ്യങ്ങൾ അത് വന്നില്ല എങ്കിൽ മാന്യം സംഭവിച്ച് നാം പിന്മാറ്റത്തിലേക്ക് പോകുവാനും നമ്മൾ കൊള്ളാകുന്നതിന് പകരം കൊള്ളാത്തവരായി തീരുവാനും വളരെ ശക്തമായ സാധ്യതകൾ ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ആദാം പ്രതിരൂപമാണ്, എന്നാൽ സാക്ഷാൽ രൂപം അത് യേശു ക്രിസ്തുവാണ്. ആദാമിൻ്റെ പാപം പോലെ അല്ല യേശു ക്രിസ്തുവിൽ കൃപാദാനം. അപ്പോൾ ആദാമിൽ സംഭവിച്ചതും അതിന് പകരമായിട്ട് യേശു ക്രിസ്തുവിൽ നമുക്ക് കൃപാദാനം വഴി ദൈവം തരുന്നതുമാണ് ഇവിടെ പഠന വിഷയം. ഒന്ന്, നമ്മളെ അധീനരാക്കുന്നു, മരണത്തിന് അധീനരാക്കുന്നു, നാം ശിക്ഷാവധിക്ക് നമ്മൾ അടിമയായിത്തീരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൽ, സാക്ഷാൽ രൂപമായ യേശു ക്രിസ്തുവിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, യേശു ക്രിസ്തു കൃപാദാനം, കൃപാവരം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മലയാള പരിഭാഷ തിരുവചനത്തിൽ, സത്യവേദ പുസ്തകത്തിൽ കൃപാവരമെന്നും പിയോസിബൽ കൃപദാനമെന്നും അത് പരിഭാഷപ്പെടുത്തിയിട്ട് എനിക്ക് തോന്നുന്നത് POCയിലെ കൃപാദാനമാണ്. കാരണം ഫ്രീ ഗിഫ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു വരമല്ല, ഇതൊരു ദാനമാണ്. രക്ഷ ഒരു ദാനമാണ് എന്നുള്ളത് പുതിയ നിയമത്തിലെ ശക്തമായ ഉപദേശമാണ്. അപ്പോൾ ഈ പ്രതിരൂപ മനുഷ്യനും അതിൻ്റെ സാക്ഷാൽ രൂപമായ യേശു ക്രിസ്തുവിനും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഇതുപോലെ അല്ല എന്നാണ്.
ഇതുപോലെയല്ല. ആദാമിൽ വന്ന വീഴ്ച പോലെ അല്ല, അതിൻ്റെ ശിക്ഷാവിധി പോലെ അല്ല, മരണമല്ല. മറിച്ച് വേറൊരു യേശുക്രിസ്തുവിൽ വേറെ ഒന്ന് നമുക്ക് ദൈവം ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ കമ്പാരിസനാണ്. ഇത് തമ്മിൽ തുലനം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇതിൽ നഷ്ടപ്പെട്ടു ഇതിലെല്ലാം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അതാണ് 12-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഓരോരോ വാക്യങ്ങളായിട്ട് അല്പമായിട്ട് പരിശോധിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൻ്റെ 15-ാം വാക്യം, എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. ഇത് ഒരുപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് രക്ഷ അസാധ്യമാണ്. അതുകൊണ്ട് ഒരുപോലെ അല്ല എന്ന് വേദോസം നമുക്ക് ആശ്വാസം നൽകുകയാണ്. അതെങ്ങനെയാണ് അല്ലാതെ ഇരിക്കുന്നത്? ഏകൻ്റെ ലംഘനത്തെ അനേകർ മരിച്ചു. അത് മരണം അനേകർ, മെനി. എങ്കിലും ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും. അപ്പോൾ ഇവിടെ ഈ കൃപാദാനം നമുക്ക് ലഭിക്കുന്നത് ഏക മനുഷ്യനായ സാക്ഷാൽ സ്വരൂപമായ യേശുക്രിസ്തു ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതാണ് 15-ാം വാക്യത്തിൽ. കൃപാപരമോ എങ്കിലും ദൈവകൃപയും ഏക മനുഷ്യ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും. അപ്പം അതുകൊണ്ട് ഈ ദാനം ലഭിക്കുന്നത് തരുന്നത് സഭയല്ല, മനുഷ്യരല്ല, സംഘടനകളല്ല, നമ്മുടെ പ്രവർത്തികളല്ല. ഇത് യേശുക്രിസ്തുവിലുള്ള കൃപാദാനമാണ് നമുക്ക് നൽകുന്നത്. അതിനെക്കുറിച്ച് പറയുന്നു, കൃപാദാനം കൃപയാലുള്ള ദാനവും ദാനമാണ്. അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലംഘനത്തിൽ അനേകർ മരിച്ചു എങ്കിൽ കൃപാദാനം, യേശുക്രിസ്തു കൃപാദാനം ഏറ്റവും അധികം കവിഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് ബിഗർ, ഫാർ ഗ്രേറ്റർ എന്നുള്ളൊരു കവിഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഇസ് ഫിൽഡ് ആൻഡ് ഓവർ ഫിൽഡ്. 16-ാം വാക്യത്തിൽ ഏക മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലം ദാനത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. അപ്പോൾ ഈ പാപത്തിൻ്റെ ഫലം, ഫ്രൂട്ട് ഓഫ് സിൻ, അതും യേശുക്രിസ്തുവിലുള്ള സാക്ഷാൽ രൂപം യേശുക്രിസ്തുവിലുള്ള ദാനവും ഒരുപോലെയല്ല, കാര്യം ഒരുപോലെയല്ല എന്ന് വീണ്ടും പറയുകയാണ് 16-ാം വാക്യത്തിൽ. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി. ശിക്ഷാവിധി. കൃപാവരമോ അനേകം ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അപ്പം അതുകൊണ്ട് ആദാമിൽ നമുക്ക് പാപവും പാപത്തിൻ്റെ ശിക്ഷയും മരണവും എങ്കിൽ യേശുക്രിസ്തുവിൽ നമുക്ക് കൃപാവര ദാനവും. അതെന്ത് ചെയ്ത്? അത് നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ദൈവം നമ്മളെ നീതിമാനായിട്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീതിമാനായിട്ട് അവൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞു. വിശ്വസിക്കുന്ന ഏവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. 17-ാം വാക്യത്തിൽ ഏകൻ്റെ ലംഘനത്തിൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ. അപ്പോൾ ആദാമിൻ്റെ പാപം മൂലം പാപം വാണു നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ മുഖം, നമ്മുടെ ശരീരം നമ്മളിന്ന് കണ്ണാടിയിൽ കാണുമ്പോൾ പഴയ മനുഷ്യനല്ല, മരണത്തിൻ്റെ വാഴ്ചയാണ് ആ കാണുന്നത്. നമ്മൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏക മനുഷ്യനിൽ പാപവും പാപത്തലും മരണവും അത് നമ്മളെ കീഴടക്കിയിരിക്കുകയാണ്. എന്നാൽ അതിനൊരു പരിഹാരമുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ ശരീരം അത് വീണ്ടും പുനരുത്ഥാനം നമുക്ക് ലഭിക്കും. ശരീരത്തിൽ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കുന്നതോടുകൂടി അത് പുതിയ ആത്മാവായി തീരുകയാണ്. അപ്പോൾ അങ്ങനെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു, ശരീരത്തിന് പുതിയ ശരീരം ലഭിക്കുന്നു. രണ്ടും ചേർന്നുള്ള നിത്യമായ ജീവിതമാണ് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. അപ്പം അങ്ങനെ 17-ാം വാക്യത്തിൽ ഏകൻ്റെ ലംഘനത്തെ മരണവും ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി, അബണ്ടൻസ് ആണ് ലഭിക്കുന്നവർ യേശുക്രിസ്തുവിൽ എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പോൾ ഇവിടെ ആദാമിൽ നമ്മൾ മരിക്കുന്നു, യേശുക്രിസ്തുവിൽ നമ്മൾ ജീവനിൽ വാഴുന്നവരാണ്. 18-ാം വാക്യം, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം സകല മനുഷ്യർക്കുമാണ്. സകല മനുഷ്യർക്കും എന്ന് പറഞ്ഞാൽ ആദാമിൽ ജനിച്ച സകല മനുഷ്യർക്കും. ആദാമിൽ നിന്നും അല്ല നമ്മൾ ജനിച്ചെങ്കിൽ, അവൻ്റെ സന്തതിയായിട്ടല്ല ജനിച്ചെങ്കിൽ നിങ്ങൾ വേറൊരു സിസ്റ്റത്തിൽപ്പെട്ട ആൾക്കാരാണ്.
അങ്ങനെ വേദപുസ്തകം പറയുന്നില്ല. സകല മനുഷ്യരും ആദാമിൽ ജനിച്ചവരാണ്. നമ്മൾ നോഹയുടെ മൂന്നും അവരുടെയും മക്കളാണ് എന്നാണ് നാം വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ 18-ാം വാക്യത്തിൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി അത് ആദാമിൽ ലഭിക്കുന്നതാണ്. എന്നാൽ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പം അതുകൊണ്ട് ആരാണ് മെച്ചമായിരിക്കുന്നത്? ആരിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആരിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്? ആരുടെ മരണമാണ് നാം നമ്മുടെ നീതീകരണത്തിനായിട്ട് നാം വിശ്വസിക്കേണ്ടത്? തീർച്ചയായിട്ടും അത് സ്വരൂപമായ സാക്ഷാൽ സ്വരൂപമായ റിയാലിറ്റിയായ യേശു ക്രിസ്തുവിൽ തന്നെ എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ്. 19-ാം വാക്യത്തിൽ ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ, എഗെയിൻ കമ്പാരിസനാണ്, പോലെ പാപികളായി തീർന്നത് പോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പോൾ ഇത് വളരെ ശക്തമായൊരു ഉപദേശമാണ്. നമ്മൾ നീതിമാന്മാരെ എങ്ങനെയാണ് ആവുന്നത്? നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലാണോ? അല്ല. അതാണ് പല സഭകളും പഠിപ്പിക്കുന്നത്. പല സഭകളും പഠിക്കുന്നത് നിങ്ങൾ നന്നായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിച്ചേക്കും. വാസ്തവത്തിൽ അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ഏകമനുഷ്യൻ അനുസരണക്കേടിനാൽ, വൺസ് ഡിസൊബീഡിയൻസ്, അത് ദൈവം പറഞ്ഞു തിന്നരുത് എന്ന് പറഞ്ഞത് തിന്നു. അത് മാത്രമല്ല, നീ ഭാര്യ പറഞ്ഞത്, ഞാൻ പറഞ്ഞതനുസരിക്കാതെ നിന്റെ ഭാര്യ പറഞ്ഞ കേട്ട് നീ തിന്നു. അങ്ങനെ ഒരു ക്ലോസും കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകമനുഷ്യന് അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാർ. ഏകൻ്റെ അനുസരണത്താൽ. അതുകൊണ്ടാണ് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടിരിക്കുന്ന ഒരു വിഷയം നമുക്ക് നീതി എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ്. നമ്മുടെ പാപം ചെയ്തതോടുകൂടി ദൈവനീതിയിൽ നമ്മൾ താണു പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഉയർത്തി ആ നിലവാരത്തിലേക്ക് ആര് കൊണ്ടുവരും? നമ്മുടെ സ്വന്തം പ്രവൃത്തികളോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അനുസരണമോ? അത് യേശുക്രിസ്തുവിൻ്റെ അനുസരണമാണ്. ഇത് കട്ടിയായിട്ടുള്ള വിഷയം തന്നെയാണ്. ഇത് പാല് പോലത്തെ ശിശുക്കൾ കുടിക്കുന്ന ഒരു കാര്യമല്ല. ഇത് തികഞ്ഞവരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ മാന്യം വിട്ട് ദൈവവചനത്തിലേക്കും അതിൻ്റെ ആഴത്തിലേക്കും നമ്മൾ കടന്ന് നമ്മൾ അനുഗ്രഹമുള്ളവരായിട്ട്, പ്രയോജനമുള്ളവരായിട്ട്, പുത്രന്മാരെ പോലെ ജീവിക്കേണ്ടവരാണ് എന്നുള്ളത് വാസ്തവമായ ദൈവിക ഉപദേശം തന്നെയാണ്. അങ്ങനെ 20-ാം വാക്യത്തിൽ എന്നാൽ ലംഘനം പെരുകിയെടുത്ത് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ അത് യേശു ക്രിസ്തുവിലാണ് നമുക്ക് വെളിപ്പെട്ട് വന്നത്. അവൻ മോശം മുഖാന്തരം ന്യായപ്രമാണം വന്നു. എന്നാൽ ക്രിസ്തു മുഖാന്തരം നമുക്ക് കൃപ നമ്മളിലേക്ക്, ഇറ്റ് വാസ് റിയലൈസ്ഡ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. കൃപ നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. അത് സഭയിലല്ല, മനുഷ്യരിലല്ല, നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല, കർമ്മങ്ങൾ കൊണ്ടല്ല. അത് യേശു ക്രിസ്തുവും അവൻ്റെ അനുസരണവും അവൻ്റെ പാപപരിഹാര ബലിയും ആണ് എന്നുള്ളതാണ് ഈ കട്ടിയായിട്ടുള്ള ആഹാരം. അപ്പം അങ്ങനെ ലംഘനം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. 21-ാം വാക്യം, റോമാലേഖനം 5:21 പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴേണ്ടത്. 2 തരത്തിലുള്ള വാഴ്ചയാണ് പറയുന്നത്. റെയിനിങ്, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, അതിനെ വാഴുന്ന ഒരു കാര്യം. ഒന്ന് പാപമാണ്, ആദാമും അതുപോലെ പാപവും മരണം. എന്നാൽ യേശുക്രിസ്തുവിൽ അതിന് പരിഹാരം യേശുക്രിസ്തു വരുത്തിയത് കൊണ്ട് അവനിൽ നമുക്ക് നിത്യജീവനായി വാഴും. നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ വാഴേണ്ടതാണ്. ജീവൻ, നിത്യജീവൻ, സാക്ഷാൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലുള്ള ജീവിതം, അതാണ് നമ്മളിൽ നിന്ന്, അതിൻ്റെ വാഴ്ചയാണ് ദൈവം ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 2 ആദാമും, പ്രതിരൂപമായ ആദാമും അവന് സംഭവിച്ച വീഴ്ചകളും, എന്നാൽ കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ സ്വരൂപമായി അവൻ വന്ന് നമുക്ക് പാപപരിഹാരം വരുത്തി. അപ്പോൾ അതുകൊണ്ട് പാപവും അതിൻ്റെ തിക്ത അനുഭവങ്ങളും പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ പരിഹാരകനായ യേശുക്രിസ്തുവിനെ വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വായിച്ച് മനസ്സിലാക്കി. ഒന്നാമത് മാന്യം ഇല്ലാതാകണം, ഉത്സാഹമുള്ളവരാകണം, പഠിക്കാനുള്ള ഉത്സാഹം, മനസ്സിലാക്കാനുള്ള ഉത്സാഹം. ഇത് എളുപ്പമുള്ള കാര്യമല്ല. ഇതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്.
ആവശ്യമാണ്. ദിവസം ഇരുന്ന് ദൈവദിനം വായിച്ച് അത് പഠിച്ച് അപ്പോഴാണ് നമുക്ക് ഈ കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ മനസ്സിലാക്കുവാനും സാധിച്ചത്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ തന്നെ ഈ ഇംപ്യൂട്ടേഷൻ, ദൈവം കണക്കിടുന്ന കാര്യം, ആരുടെ അനുസരണമാണ് നമുക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുന്നത് എന്നൊക്കെ ഞാനത് മനസ്സിലാക്കി. എനിക്ക് വളരെ ദീർഘവർഷങ്ങളുടെ പഠനം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്രയും ദീർഘമായി നിങ്ങളുടെ സമയം ചിലവഴിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തികഞ്ഞവരായി ദൈവത്തിന് കൊള്ളാവുന്നവരാകുവാൻ ആവശ്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ എബ്രായ ലേഖനവുമായുള്ള ഈ ബന്ധമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. മാന്യമുള്ളവരായിത്തീർന്നാൽ മന്ദത, ഒരു ഉത്സാഹമില്ലായ്മ, ദൈവിക കാര്യങ്ങൾക്കും സുവിശേഷീകരണത്തിനും നീതീകരണത്തിനും സംബന്ധിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ഉത്സാഹമില്ല എങ്കിൽ, ദൈവം നൽകുന്ന വലിയ കാര്യങ്ങൾക്ക് ഉത്സാഹമില്ലാതെ പോയാൽ മറുവശമാണ് മാന്യത. എബ്രായ ലേഖനത്തിലെ കാഴ്ചക്കാർ, അതിൻ്റെ വായനക്കാർ അത് അപ്രകാരം മാന്യതയിലേക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ആപൽക്കരമാണ് എന്ന് ഓർപ്പിക്കാൻ ഇതാണ് നമ്മൾ എബ്രായ 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വാക്യങ്ങൾ വായിച്ചത്. നിങ്ങൾ കേൾക്കാൻ മാന്യമുള്ളവരായി തീരുന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമാണ്. അതുകൊണ്ട് ഈ ഞങ്ങളെപ്പോലെയുള്ള ഈ ഉപദേശകന്മാർക്ക് അതും വിഷയം തന്നെയാണ്. മാന്യമുള്ളവർക്ക് അത് തെളിയിച്ചു കൊടുക്കാൻ വിഷമമുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിച്ച വിഷയമാണ്. അത് വേറൊരു പരിഭാഷയാണ്. ഒന്ന് മാന്യമുള്ളത്, അത് ഗ്രഹിക്കുന്നതിന് പിന്നോക്കം. ദൈവികങ്ങൾ നമ്മൾ ഗ്രഹിക്കണം. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ഈ ഭാഷയിൽ എഴുതപ്പെട്ട അതിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ വചനം നമ്മൾ വായിച്ച് അത് നമ്മളുടെ ഹൃദ്യമാക്കുവാനും അതിൻ്റെ ദൈവിക ആശയങ്ങൾ മനസ്സിലാക്കുവാനും അത് ഗ്രഹിക്കുവാനും അത് വിശ്വസിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. ആയതിനാൽ എബ്രായ ലേഖനം 11 മുതൽ 14 ഒരിക്കൽ കൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചിരുവാൻ വിഷമമാണ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഉൾപ്പെടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മത്തിനുമാണ് തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതിന് ദൈവം നമ്മൾ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മാന്യം വിട്ട് നമ്മൾ തികഞ്ഞവരായി പക്വതയുള്ളവരായി നമുക്ക് മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ. ദൈവവചന പഠനത്തിനോട് വേണ്ട പ്രാധാന്യം നൽകുവാൻ, ദൈവവചനത്തിന് വേണ്ട പ്രാധാന്യം നൽകുവാൻ, കട്ടിയുള്ള ആഹാരം കഴിച്ച് തികഞ്ഞവരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ആദാമിൽ നഷ്ടപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിൽ അത് സാധ്യമായതും അത് കൃപയിൽ ദാനമായി ഞങ്ങൾക്ക് തരുന്നുവെന്നും അത് വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അവിടുത്തെ വചനത്തിൻ്റെ പ്രാധാന്യം ഞങ്ങൾ ഓർക്കുകയാണ്. അത് വായിക്കാനും പഠിക്കുവാനും തികഞ്ഞവരാകുവാനും ദൈവത്തിന് ഗുണമുള്ള മക്കളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.